ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതമുള്ള ദർസ് ഓഡിയോ നമ്പർ 40. ആദ്യം കിതാബു തൗഹീദിൽ നിന്നുള്ള അടുത്ത ബാബിലെ ഉള്ളടക്കം വായിക്കാം. ബാബ് അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുള്ള ഭയപ്പാട് സംബന്ധിച്ച ബാബ്. വഖൗലുല്ലാഹ്, അല്ലാഹുവിൻ്റെ വചനം. അഊദു ബില്ലാഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടൽ, അവനിൽ ഷിർക്ക് ചെയ്യൽ, വയഗ്ഫിറു, അവൻ പൊറുക്കുന്നതാണ്, മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത്, അതല്ലാത്ത, അതിന് പുറമേയുള്ളത്, ഷിർക്കല്ലാത്ത പാപങ്ങൾ, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വഖാല അൽ ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, സൂറത്ത് ഇബ്രാഹിമിൽ ഉള്ള ആയത്ത്. വജ്നുബ്നി, എന്നെ നീ അകറ്റി നിർത്തണേ, വബനിയ, എൻ്റെ മകനെയും, അൻ നഅ്ബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തണമേ എന്ന്. വഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുള്ളത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങൾക്കുമേൽ ഭയപ്പെടുന്നതിൽ അഖ്വഫായത്, ഏറ്റവും ഭയപ്പെടുന്ന സംഗതി അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് ആണ് എന്ന്. ഫസുഇല അൻഹു, അപ്പോൾ ചെറിയ ഷിർക്ക് എന്താണ് എന്നത് സംബന്ധിച്ച് അവിടത്തോട് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അരിയാ, ലോകമാന്യമാണ് അത് എന്ന്. അതായത് ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അമൽ ചെയ്യുക, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതാണ് ഷിർക്കുൽ അസ്ഗർ ആയിട്ടുള്ള റിയാ. റവാഹു അഹ്മദ് വത്തുബ്റാനി വൽ ബൈഹഖി, ഇവരൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ, മൻ മാത, ആരൊരുത്തൻ മരിച്ചുവോ, വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ, അള്ളാഹുവിന് നിദ് കൽപ്പിച്ചുകൊണ്ട്, സമന്മാരെ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരിച്ചു എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം അവർക്കുള്ള ഒരു റിപ്പോർട്ടിൽ, അൻ ജാബിർ ബിൻ അബ്ദുല്ലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, നിശ്ചയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, മൻ ലഖിയല്ലാഹ, ആരൊരുത്തൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയോ, ലാ യുശ്രികു ബിഹി ഷൈഅൻ, അവനിൽ ഒന്നും പങ്കു ചേർക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ ആര് കണ്ടുമുട്ടിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് മരിക്കാൻ സാധിച്ചു, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടി പരലോകത്ത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ ലഖിയഹു, ആരൊരുത്തൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയോ, യുശ്രികു ബിഹി ഷൈഅൻ, എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, എന്തെങ്കിലും ഷിർക്ക് ചെയ്തുകൊണ്ട്, ആ ഷിർക്ക് ലായിക്കൊണ്ട് ഒരാൾ മരിച്ചു, അങ്ങനെ അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടി എങ്കിൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന്. ഇനി ഇതിൻ്റെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ കാണാം. അൽ ബാബുർ റാബി, നാലാമത്തെ ബാബ്, ബാബുൽ ഖൗഫി മിനശ് ഷിർക്ക്, അതാണ് ബാബിൻ്റെ പേര്. ആ പേര് പറഞ്ഞത് സംബന്ധിച്ചുള്ള ഷറഹാണ്. ഹാദൽ ബാബു ഫി ഗായത്തിൽ മുനാസബത്തി ലിൽ അബ്വാബിസ് സാബിഖ, ഈ ബാബ് മുൻകഴിഞ്ഞ ബാബുകളോട്, അധ്യായങ്ങളോട് യോജിച്ചതാണ്, വളരെയധികം യോജിച്ചതാണ്. വഹാദ മിൻ ദിഖത്തി ഫിഖ്ഹിഹി വഫഹ്മിഹി റഹ്മത്തുള്ളാഹ്, ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അവരുടെ ഫിഖ്ഹ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫഹ്മ്, ഗ്രാഹ്യം, ഇത് വളരെ വ്യക്തമാക്കുന്നതാണ് എന്ന്. വഹുസ്നി തഅലീഫി, അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ അല്ലെങ്കിൽ ശരിയായ രൂപത്തിലുള്ള രചനയും. ഫഇന്നഹു ലമ്മാ ദക്കറ ഫിൽ ബാബിൽ അവൽ, അദ്ദേഹം ഷെയ്ഖ് അവർകൾ ഒന്നാമത്തെ ബാബിൽ ഇത് പരാമർശിച്ചപ്പോൾ എന്ത്, മഅരിഫത ഹഖീഖത്തി തൗഹീദ്, തൗഹീദിൻ്റെ
ഹഖീഖത്തിൻ്റെ മാരിഫത്ത് തൗഹീദ്. വദക്കറ ഫിൽ ബാബി സാനി, രണ്ടാമത്തെ ബാബിൽ ഫദ്ലു തൗഹീദി വമായി കഫിറു മിന ദുനൂബ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും പോരിശയും അതേപോലെ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടുന്നതും സംബന്ധിച്ച് അത് കാരണം തൗഹീദ് കാരണമായിട്ട്. വദക്കറ ഫിൽ ബാബി സാലിസ്, മൂന്നാമത്തെ ബാബിൽ അദ്ദേഹം പരാമർശിച്ചത് മൻ ഹഖഖ തൗഹീദ ദഖൽ ജന്ന ബിലാ ഹിസാബിൻ വലാ അദാബ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്ത വ്യക്തി, യാഥാർത്ഥ്യവൽക്കരിച്ച വ്യക്തി, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എങ്ങനെ? ബിലാ ഹിസാബിൻ, വിചാരണ കൂടാതെ, വലാ അദാബിൻ, ശിക്ഷയൊന്നും കൂടാതെ. ലമ്മ ദക്കറ ഹാദിഹിൽ അബ്വാബ, അപ്പോൾ ഈ ബാബുകളൊക്കെ പരാമർശിച്ചപ്പോൾ, കഴിഞ്ഞ ബാബുകളുടെ പേരുകളാണല്ലോ പറഞ്ഞത്, നാസബ അൻ യുദക്കിറ ളിദ്ദ തൗഹീദി, അപ്പോൾ തൗഹീദിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതം പരാമർശിക്കൽ അത് യോജിച്ചതായി. വഹുവ അഷിർക്ക്, അതെന്താണ്? ഷിർക്കാണ്. തൗഹീദിൻ്റെ ഓപ്പോസിറ്റ് ഷിർക്കാണ്. ലിഅന്നഹു ലാ യക്ഫി അന്നൽ ഇൻസാന യഅരിഫു തൗഹീദ വയഅമല ബിഹി, കാരണം മനുഷ്യന് മതിയാവുകയില്ല, മനുഷ്യൻ തൗഹീദ് അറിയുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും എന്നത് മതിയാവുകയില്ല. ബൽ, പക്ഷേ എന്നാൽ ലാ ബുദ്ദ അൻ യഅരിഫ ളിദ്ദഹു വഹുവ അഷിർക്ക്, തൗഹീദിൻ്റെ ളിദ്ദ്, ഓപ്പോസിറ്റ് അവൻ അറിയൽ നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അതെന്താണ്? ഷിർക്ക് എന്ന് അറിയണം. ഖശ്യത അൻ യഖഅ ഫീഹി വയുഫ്സിദ അലൈഹി തൗഹീദഹു. എന്തിനാണ് ഈ ഷിർക്ക് എന്താണെന്ന് അറിയുന്നത്? ഷിർക്കിൽ പെടുന്നത് അവൻ ഭയപ്പെടുന്നതിന് വേണ്ടിയും അതേപോലെ അവൻ്റെ തൗഹീദ് ഫസാദാകുന്നത് ഒഴിവാക്കുന്നതിന്. അങ്ങനെ ഷിർക്കിൽപ്പെട്ടുകൊണ്ട് അവൻ്റെ തൗഹീദ് ഫസാദാകുന്നത് അതിൽ ഭയക്കാൻ വേണ്ടിയിട്ട്. ലിഅന്ന മൻ ലാ യഅരിഫ ശൈഅ യൂഷികു അൻ യഖഅ ഫീഹി, കാരണം ഒരു സംഗതി ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ അതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കമാ ഖാല അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൂഷികു അൻ തുൻഖള ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാം മൻ ലാ യഅരിഫുൽ ജാഹിലിയ. നേരത്തെ പരാമർശം, ജാഹിലിയത്ത് അറിയാത്ത ആൾ ഇസ്ലാമിൽ വളരുമ്പോൾ ഇസ്ലാമിൻ്റെ ടൈസ്, ബന്ധനങ്ങൾ ടൈസ് അത് എന്തായി? ഓരോന്നോരോന്നായി അഴിച്ചിടപ്പെടും എന്ന്. ലിഅന്നഹു ലാ യദ്രി അൻ ഉമൂരിൽ ജാഹിലിയത്തി ഔ യഹ്സിബുഹാ ഷൈഅൻ ത്വയ്യിബ, കാരണം ജാഹിലിയത്ത് എന്താണെന്ന് അറിയാത്ത ആൾ, ജാഹിലിയത്ത് എന്താണെന്ന് അറിയില്ല ആൾക്ക്. അപ്പോൾ ജാഹിലിയത്തിൽ വളർന്ന ആൾക്ക് ജാഹിലിയത്തിൽ പിന്നെ ഇസ്ലാമിൽ ആയിട്ട് വളർന്നു, ജാഹിലിയത്ത് എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആൾക്ക് ജാഹിലിയത്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അയാൾ ജാഹിലിയത്തായ കാര്യം നല്ലതാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. വഹിയ മിൻ ഉമൂരിൽ ജാഹിലിയ, അത് ജാഹിലിയത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് താൻ, എന്നിട്ടും അയാൾ നല്ലതാണെന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഫബിജഹിലിഹി ബിഹഖീഖത്തിഹ ഇൽതബസത്, അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം സംബന്ധിച്ച് അവൻ്റെ ഈ അജ്ഞത കാരണം അത് അവന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഫസാറ യഫ്അലുഹാ വഹിയ മിനൽ ജാഹിലിയത്തി, അപ്പോൾ ഈ തൗഹീദിലായിട്ടുള്ള ആൾ തന്നെ ജാഹിലിയത്തിൽ പെട്ട ആ സംഗതി ചെയ്യും. ഫകദാലിക അപ്രകാരം തന്നെ വഅഖ്തറു മിൻ ദാലിക മൻ ലാ യഅരിഫു ശിർക വമുദാഖിലഹു വഅൻവാഅഹു വഅഖ്താറഹു ഫഇന്നഹു ഹരിയ്യുൻ അൻ യഖഅ ഫി الشرك من حيث لا يدري لأن الجهل داء قاتل. ഇപ്രകാരം തന്നെയാണ് എന്ത്? മൽ വഅഖ്തറു മിൻ ദാലിക, അല്ലെങ്കിൽ ഇതിനേക്കാളും അപകടകരമാണ് മൻ ലാ യഅരിഫു ശിർക, ഷിർക്ക് അറിയാത്തവൻ, മുദാഖിലഹു അതിൻ്റെ പ്രവേശന സംഗതി കവാടങ്ങൾ അറിയാത്തവൻ, വ അൻവാഅഹു അതിൻ്റെ ഇനങ്ങൾ അറിയാത്തവൻ, വ അഖ്താറുഹു അതിൻ്റെ അപകടങ്ങൾ അറിയാത്തവൻ, ഫഇന്നഹു ഹരിയ്യുൻ അൻ യഖഅ ഫി ശിർക്ക്, അവൻ ഷിർക്കിൽ പെടാനുള്ള എല്ലാ സാധ്യതയും തുറന്നിട്ടിരിക്കുക. മിൻ ഹൈസു ലാ യദ്രി, അവൻ അറിയാത്ത കോലത്തിൽ. ലിഅന്നൽ ജഹല, കാരണം അജ്ഞത എന്നത് ദാഉൻ ഖാതിലുൻ, അത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ്. വശാഇറു യഖൂൽ, കവി പാടി, വളിദ്ദു യുദ്ഹിറു ഹുസ്നഹുൽ ളിദ്ദു വബിളിദ്ദിഹാ തതബയ്യനുൽ അശ്യാഉ. അപ്പോൾ ളിദ്ദ് എന്ന് പറഞ്ഞാൽ യുദ്ഹിറു ഹുസ്നഹു, അതിൻ്റെ ആ ഭംഗി അത് വെളിവാക്കുക. അള്ളിദ്ദു അതിൻ്റെ ളിദ്ദാണ്. അപ്പോൾ ഒരു ളിദ്ദിൻ്റെ ഓപ്പോസിറ്റിൻ്റെ, ഒരു വിപരീതത്തിൻ്റെ ഭംഗി വെളിവാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലൂടെയാണ്. വബിളിദ്ദിഹ, അതിൻ്റെ ളിദ്ദ് കൊണ്ട് തതബയ്യനുൽ അശ്യാഉ, കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെ? ഫലാ യഅരിഫു ഖീമത്ത സിഹ്ഹത്തി ഇല്ലാ മൻ ദാഖൽ മറദ്, സിഹത്ത് ആരോഗ്യത്തിൻ്റെ ഖീമത്ത്, വില അറിയുകയില്ല ഒരാൾ, ആരല്ലാതെ? ഇല്ലാ മൻ ദാഖൽ മറദ്, രോഗം ആസ്വദിച്ചവൻ, അല്ലെങ്കിൽ രോഗം രുചിച്ചവൻ അല്ലാതെ, രോഗം അനുഭവപ്പെട്ടവനല്ലാതെ ആരോഗ്യത്തിൻ്റെ വില അറിയില്ല.
വലാ യഅരിഫു ഖീമത്തൻ നൂരി ഇല്ലാ മാ വഖഅ ഫി ദ്വലാം. അതേപോലെ പ്രകാശത്തിൻ്റെ വില അറിയില്ല ഇരുട്ടിൽപ്പെട്ടവൻ അകപ്പെട്ടവനല്ലാതെ. വലാ യഅരിഫു ഖീമത്തൽ മാഇ ഇല്ലാ മൻ അതശ. അതേപോലെ എന്താണ്, ഭക്ഷണത്തിൻ്റെ വില അറിയില്ല, അല്ല വെള്ളത്തിൻ്റെ വില അറിയില്ല ദാഹിച്ചവനല്ലാതെ. വഹക്കഥ പ്രകാരം തന്നെ വലാ യഅരിഫു ഖീമത്ത ത്വആമി ഇല്ലാ മൻ മസ്സഹു അൽ ജൂഅ്. വിശപ്പ് ബാധിച്ചവനല്ലാതെ ഭക്ഷണത്തിൻ്റെ വില അറിയില്ല. വലാ യഅരിഫു ഖീമത്തൽ അംനി ഇല്ലാ മൻ അസ്വാബഹുൽ ഖൗഫ്. ഭയം ബാധിച്ചവനല്ലാതെ നിർഭയത്വത്തിൻ്റെ അംനിൻ്റെ ഖീമത്ത് വില അറിയില്ല. ഇദൻ ലാ യഅരിഫു ഖീമത്ത തൗഹീദി വഫളല തൗഹീദി വതഹ്ഖീഖ തൗഹീദി ഇല്ലാ മൻ അറഫ അശ്ശിർക വഉമൂറൽ ജാഹിലിയത്തി. അപ്പോൾ തൗഹീദിൻ്റെ വില അറിയില്ല, അതേപോലെ തൗഹീദിൻ്റെ ശ്രേഷ്ഠത അറിയില്ല, തൗഹീദിൻ്റെ തഹ്ഖീഖ് അറിയുകയില്ല. ആർക്കൊഴികെ? ഇല്ലാ മൻ അറഫ അശ്ശിർക വഉമൂറൽ ജാഹിലിയ. ഷിർക്കും ജാഹിലിയ കാര്യങ്ങളും അറിയാത്തവൻ. ഹത്താ യതജന്നബുഹ, അവൻ അത് ഒഴിവാക്കുന്നത്. വയുഹാഫിദു അല തൗഹീദ്, ഹത്താ യതജന്നബഹ വയുഹാഫിദു അല തൗഹീദ്. അങ്ങനെ തൗഹീദ് അവന് പരിപാലിക്കാൻ, അവൻ അത് കാത്തു സൂക്ഷിക്കാൻ. വമിൻ ഹുനാ യുദ്ഹിറു ഖതഅ ഹഉലാഇ അല്ലദീന യഖൂലൂൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ആളുകളുടെ ഇനി പറയുന്ന വാദം, അതിൻ്റെ തെറ്റ്, അബദ്ധം. ലാ ദാഇ അൻ നതഅല്ലമ അഖായിദൽ ബാത്തില, ബാത്തിലായിട്ടുള്ള അഖീദകളൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. വനഅരിഫുൽ മദാഹിബൽ ബാത്തില, ബാത്തിലായിട്ടുള്ള വ്യാജമായിട്ടുള്ള മദ്ഹബുകൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. വനറുദ്ദ അലൽ മുഅ്തസിലത്തി വൽ ജഹ്മിയ, മുഅ്തസിലിയാക്കളെ ജഹ്മിയാക്കളെ നമ്മൾ ഖണ്ഡിക്കേണ്ട, മുബ്തദികളെ ഖണ്ഡിക്കേണ്ട കാര്യമില്ല. ലിഅന്നഹും ബാദു മദ്ഹബ്, അവരൊക്കെ പോയി കഴിഞ്ഞ് അല്ലിമു അന്നാസ തൗഹീദ് വയക്ഫി, നിങ്ങൾ ജനങ്ങൾ തൗഹീദ് പഠിപ്പിച്ചാൽ മതി, അത് മതി എന്ന് ചിലർ മനസ്സിലാക്കുക, ചിലർ വാദിക്കുക. ഔ ബഅദുഹും യഖൂൽ ലാ തുഅല്ലിമുഹും തൗഹീദ് ലിഅന്നഹും ഔലാദു ഫിത്ര. മറ്റു ചിലർ പറയാണ് എന്ത്, തൗഹീദും പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അവർ ഫിത്രത്തിൻ്റെ ആളുകളാണ്, ഫിത്രത്തിലായിട്ട് ജനിച്ചവരാ. വനശൗഫി ബിലാദിൽ മുസ്ലിം, മുസ്ലിങ്ങളുടെ നാട്ടിൽ ജനിച്ചത്, അവർക്ക് എന്തിനാ അവരെ തൗഹീദ് പഠിപ്പിക്കുന്നത്? അല്ലിമുഹും ഉമൂറ ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക ജനങ്ങളെ. അസ്സനാഅത്ത് വൽ ഇഖ്തിറാഅത്ത് വൽ ഉമൂർ അൽ ഹദീസ, എന്ത് വ്യവസായങ്ങൾ, ഇഖ്തിറാഅത്ത് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ, അതേപോലെ ഉമൂർ അൽ ഹദീസ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ആധുനിക കാര്യങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുക. അമ്മ തൗഹീദ് ഫി ഹസ്നുൽ ബിഫിത്രത്തിഹിം, തൗഹീദ് എന്ന് പറഞ്ഞ പ്രകൃതിയാൽ തന്നെ അവർക്ക് കിട്ടും. നഅം വുജിദ മിൻ മൻ യഖൂലു ഹാദാ വബഅദു നാസി യഖൂൽ അന്നാസു തജാവസു മർഹലത്തൽ ഖുറാഫാത്ത്. ഇനി വേറെ ചില ആളുകൾ പറയുന്നു എന്ത്, ജനങ്ങൾ ഖുറാഫാത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അതൊന്നും ഇപ്പം അല്ല, അതൊക്കെ പണ്ട് ജാഹിലിയത്തിലല്ലേ, അപ്പോൾ അത്യാചാരങ്ങൾ അനാചാരങ്ങളൊന്നുമില്ല. ലിഅന്നഹും തസഖഫു വഅറഫു, കാരണം അവരൊക്കെ ജനങ്ങളൊക്കെ സംസ്കാരമുള്ളവരായി, എഡ്യൂക്കേറ്റഡായി, അറിവുള്ളവരായി. ഫലാ യംകിനു അന്നഹും യുശ്രികൂന തതഅദ്ദു ബിദാലിക്, അപ്പോൾ അവർ ഷിർക്കിലൊന്നും പെടില്ല. ലിഅന്ന ഷിർക്ക് കാന ഫിൽ ജാഹിലിയ, കാരണം ഷിർക്ക് പണ്ട് ജാഹിലിയത്തിലല്ലേ. യൗമുൻ കാനന്നാസു സുദ്ദജുൻ വയസുമൂന ഷിർക ഫിൽ ഇബാദത്തി ഷിർക്കൻ സാദിജ. അപ്പോൾ അതെന്താണ്, ജനങ്ങൾ സുദ്ദജ് ആയിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു ഇതിനെപ്പറ്റിയൊന്നും ഒരു അവബോധമല്ലാത്ത ആൾക്കാരായിരുന്നപ്പോഴാണ് ഷിർക്കൊക്കെ. വഷിർക്ക് ഇൻദഹുമായി സമൂഹ ബിഷിർക്ക് സിയാസി ഔ ഷിർക്ക് സലാസീൻ ഔ ഷിർക്കിൽ ഹാക്കിമിയ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പറയുന്നത് എന്താണ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഷിർക്ക്, അതേമാതിരി സുൽത്താൻമാരുടെ ഷിർക്ക്, ഭരണാധികാരികളുടെ, അല്ലെങ്കിൽ ഹാക്കിമിയത്തിലെ ഷിർക്ക്, ഇതൊക്കെയുള്ള ഷിർക്ക്, അല്ലാതെ മറ്റേ ഷിർക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ആ വാദക്കാരുടെ വാദം. لأن الشرك كان في الجاهلية يوم كان الناس سذج ويسمون الشرك في العبادة شركا ساذجا والشرك عندهم ما يسمونه بالشرك السياسي أو الشرك السلاطين أو شرك الحاكمية. അപ്പോൾ എന്താണ് പറഞ്ഞത് ഇവിടെ, ഷിർക്കിനെ സമഗ്രമായി മനസ്സിലാക്കാത്തവർ ഹാക്കിമീയത്തിൽ മാത്രം ഷിർക്ക് വരൂ, അല്ലെങ്കിൽ സുൽത്താന്മാരുടെ ഷിർക്ക്, രാഷ്ട്രീയമായിട്ടുള്ള ഷിർക്ക്, ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നതിലാണ്. വലിദാലിക ലാ യഹ്തമുന ബിഇൻകാരി ഹാദ അശ്ശിർക്ക് അല്ലദീ ബുഇസത്തി റുസുലു ലിഇൻകാരിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ അയക്കപ്പെട്ടിട്ടുള്ള ഷിർക്കിനെ ഇൻകാർ ചെയ്യുക എന്നത്, നിഷേധിക്കുക എന്നത്, അത് അവർ പരിഗണിക്കുന്നില്ല. വഇന്നമാ യൻസബു ഇൻകാറുഹും അല ഷിർക്ക് ഫിൽ ഹാക്കിമിയത്തി ഫഖത്ത്, ഹാക്കിമിയത്തിലെ ഷിർക്ക് മാത്രം അവർ പരിഗണിക്കുന്നത് എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ഏത് മേഖലയിലും ഷിർക്ക് കടന്നു വരാം. അത് അനുസരണയുടെ വിഷയത്തിലായാലും ഹക്കിമിയത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും
ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ പല തരത്തിലും ഷിർക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സമഗ്രമായിട്ട് ഈ വിഷയത്തെ അഭിമുഖീകരിക്കണം എന്നതാണ്. വകുല്ലു ഹാദിഹി മിൻ ഹിയലി ശൈത്വാനി ലിബനി ആദം. അപ്പോൾ ഇങ്ങനെ ഷിർക്കിനൊന്നും പരിഗണിക്കണ്ട എന്ന വീക്ഷണം, അല്ലെങ്കിൽ ഷിർക്ക് ജനങ്ങൾ അങ്ങനെ ഷിർക്കിലൊന്നും പെട്ടുപോകില്ല, അവരൊക്കെ മുസ്ലിം രാജ്യങ്ങളിൽ വളർന്നവരല്ലേ, അപ്പോൾ ഷിർക്കിനെ കുറിച്ച് അങ്ങനെയുള്ള ബോധവൽക്കരണം ആവശ്യമില്ല, ഇത്തരം വാദങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യരിൽ ഷൈത്താൻ്റെ തന്ത്രങ്ങളാണ്. വൽ വാജിബു, നിർബന്ധമായ കാര്യം, അന്നന കമാ നഅരിഫുൽ ഹഖ്ഖ യജിബു അൻ നഅരിഫുൽ ബാത്തില. ഹഖ് എന്താണ്, സത്യം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, അറിയുന്നത് പോലെ തന്നെ ബാത്തിൽ, വ്യാജം എന്താണ് എന്നതും നമ്മൾ അറിയണം. മിൻ അജ്ലി അൻ നഅമല ബിൽ ഹഖ് വനതജന്നബൽ ബാത്തിൽ. എന്തിനു വേണ്ടി? ഹഖ് പ്രകാരം നമ്മൾ പ്രവർത്തിക്കാനും സത്യപ്രകാരം പ്രവർത്തിക്കാനും വ്യാജം നമ്മൾ ഒഴിവാക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും. വലിഹാദൽ മുനാസബത്തിൽ അദീമത്തി ദക്കറ ഷെയ്ഖ് ബാബുൽ ഖൗഫി മിന ഷിർക്ക്. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അവർ ഇവിടെ ഷിർക്കിൽ നിന്നുള്ള ഭയപ്പാട് എന്നൊരു അധ്യായം ഇവിടെ കൊണ്ടുവന്നത്. ബഅദമാ ദക്കറ അബ്വാബ തൗഹീദി വഫദ്ലിഹി വമാ യുകഫിറു മിന ദുനൂബ് വതഹ്ഖീഖ് തൗഹീദി. ഇതൊക്കെ ഈ ബാബുകളൊക്കെ ശേഷം ഇങ്ങനെ ഒരു ബാബ് കൊണ്ടുവരാനുള്ള കാരണം അതാണ്. അപ്പോൾ അത് യോജിച്ചതാണ്. വഹാദിഹി നിഅമത്തുൻ അദീമത്തുൻ, ഇത് തൗഹീദ് എന്നത് അത് മഹത്തായ അനുഗ്രഹമാണ്. ലാക്കിൻ ഇദാ ഹാസഹൽ ഇൻസാൻ ഫഇന്നഹു യഖ്ഷാ മിൻ ദിദ്ദിഹാ ഫലാ ബുദ്ദ അൻ യഅരിഫ ദിദ്ദഹാ ഹത്താ യതജന്നബഹു. അപ്പോൾ ഷിർക്ക് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. തൗഹീദ് അറിഞ്ഞാൽ മാത്രം പോരാ. തൗഹീദ് അറിയുന്നതോടുകൂടി തന്നെ ഷിർക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ ഷിർക്ക് വരാം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഫൽനതനബ്ബഹ് ലിഹാദിൽ അംർ. അപ്പോൾ ഈ കാര്യം നാം നിർത്തുന്നു. ഫഇന്ന ഹുനാക ഉനാസൻ അൽആന കസീറൂന യുസഹിദൂന ഫീ തഅല്ലുമി ഹാദിഹിൽ ഉമൂർ. ഈ കാര്യങ്ങൾ ഇക്കാലത്ത് അതൊക്കെ ഒഴിവാക്കുന്ന കുറേ ആളുകളുണ്ട്. തഅല്ലുമു തൗഹീദി, തഅല്ലുമു ഷിർക്കി, മഅരിഫത്തു ശുബഹി വദ്ദലാൽ. അപ്പോൾ തൗഹീദിൻ്റെ പഠനം, ഷിർക്കിൻ്റെ പഠനം, ശുബഹാത്തുകളുടെ പഠനം, ദലാലാത്ത് വഴികേടുകളുടെ പഠനം, അതേ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഒഴിവാകുന്നു. ഇതൊന്നും ജനങ്ങൾ പരിഗണിക്കുന്നില്ല പലപ്പോഴും. വഹാദ ഇമ്മാ മിൻ ജഹ്ലിഹിം വഅദമി മഅരിഫത്തിഹിം. ഒന്നുകിൽ ഇത് അവരുടെ അറിവില്ലായ്മ കാരണമായിരിക്കാം. ഇമ്മാലി അന്നഹും യുരീദൂന അദ്ദസ്സു അലൽ മുസ്ലിമീൻ വ ഇഫ്സാദു അഖീദത്തിൽ മുസ്ലിമീൻ. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കളങ്കമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ചിലർ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അഖീദ ഫസാദാക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസം കേടാക്കാൻ വേണ്ടി ആയിരിക്കാം. ഫൽ നഹ്ദർ മിൻ ഹാദൽ അംർ. അപ്പോൾ നമ്മൾ ഈ കാര്യം സൂക്ഷിക്കണം. സമിഅനാ മൻ യഖൂലു ഇന്നല്ലദീ യദുർസു അഖായിദൽ യുദർരിസു അഖായിദൽ മുഅ്തസിലത്തി വറദ്ദി അലൈഹിം മിസ്ലല്ലദീ യർജുമുൽ ഖബ്റ ലിഅന്നഹും മാതു. അപ്പോൾ മുഅ്തസിലികളുടെ അഖീദ പഠിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഖബറിന്മേൽ എറിയുന്നവരെ പോലെയാണ്. കാരണം ഖബറാളികൾ മരിച്ചവരാണല്ലോ, അവരെ എറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ മുഅ്തസിലികളെ കുറിച്ചൊന്നും ഇനി പഠിക്കേണ്ട കാര്യമില്ല, അവരെ അഖീദയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ചില ആളുകളുടെ വാദമാണ്. യഖൂലുനക്കഥ, അവർ അപ്രകാരം പറയുന്നു. യഖൂൽ എന്നാൽ നാം പറയുന്നു, യാ സുബ്ഹാനല്ലാഹ് ഹും മാതു ബി അഷ്ഖാസിഹിം. ആ മുഅ്തസിലികൾ, മുബത്തദികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ തെറ്റായ വഴിയിൽ നടന്ന് സഞ്ചരിച്ച ആളുകളുണ്ടല്ലോ, അവർ വ്യക്തികൾ എന്ന നിലക്ക് മരിച്ചിട്ടുണ്ട്, ശരിയാണ്. ലാക്കിൻ മദാഹിബുഹും ബാഖിയ. പക്ഷെ അവരുടെ മദ്ഹബുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അവരുടെ വീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ശുബ്ഹാത്തുഹും ബാഖിയ. അവരുടെ ശുബ്ഹാത്ത്, അവർക്ക് പടച്ചുവിട്ട ശുബ്ഹാത്ത് അതൊക്കെ അവശേഷിക്കുന്നു. കുതുബുഹും തുത്ബഉ അൽആന വതുഹഖഖു. അവരുടെ കിതാബുകൾ ഇപ്പോഴും പ്രിന്റ് ചെയ്യപ്പെടുന്നു, അത് തഹ്ഖീഖ് ചെയ്യപ്പെടുന്നു. വയുൻഫഖു അലൈഹ അൽഅംവാൽ. അതിന്മേൽ സമ്പത്തുകൾ ചെലവഴിക്കപ്പെടുന്നു, സമ്പത്ത്. വതുറവ്വജു, അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഫകൈഫ നഖൂലു നത്രുക്കുഹും ലിഅന്നഹും മാതു. അപ്പോൾ അവരൊക്കെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ മുഅ്തസിലെ കുറിച്ച് പഠിക്കൊന്നും വേണ്ട. എന്താണ് മുഅ്തസിലത്ത്? അവരുടെ വിശ്വാസം എന്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവരൊക്കെ മരിച്ചുപോയില്ലേ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവരെങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും? വല്ലാഹു തആല ദക്കറ ശുബ്ഹാത്തിൽ മുശ്രിക്കീന മിനൽ ഉമ്മി സാബിഖ. മുൻകാല സമൂഹങ്ങളിൽ, ഉമ്മത്തുകളിൽ വന്നിട്ടുള്ള അത്തരം മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ശുബ്ഹാത്ത് അള്ളാഹു പരാമർശിച്ചു. ഫിർഔൻ വഹാമാൻ വഖാറൂൻ വഖൗമി നൂഹ് വആദ് വസമൂദ് അന്നഹാ ഉമമുൻ ബാഇദ. ഒബ്സലേറ്റ് ആയിട്ടുള്ള സമൂഹങ്ങളായിരുന്നു ഇവരൊക്കെ. ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ, നൂഹ്, ആദ്, സമൂദ്, പിന്നെ ഇവരുടെ ആദ്, സമൂദ്, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, അവരൊക്കെ
കഴിഞ്ഞു പോയ സമുദായങ്ങളാണ്, അവർ നാമാവശേഷമായവരാണ് എങ്കിൽ പോലും അവരെക്കുറിച്ചൊക്കെ അള്ളാഹു പരാമർശിച്ചു. എന്തിനാണ്? ദക്കറ ശുബ്ഹ വറദ്ദ അലൈഹ, അവരുടെ ശുബ്ഹത്തുകൾ അള്ളാഹു പരാമർശിച്ചു, അതിന് അള്ളാഹു ഖണ്ഡിച്ച് പറയുകയും ചെയ്തു. ഫൽ ഇബ്റത്തു ലൈസത് ബിൽ അഷ്ഖാസ്, അപ്പോൾ പരിഗണിക്കേണ്ടത് ഇൻഡിവിജ്വൽസിൻ്റെ, വ്യക്തികളെയല്ല. അൽ ഇബ്റത്തു ബിൽ മദാഹിബ്, മദ്ഹബുകളെയാണ് പരിഗണിക്കേണ്ടത്. മദ്ഹബുകളുടെ വ്യത്യസ്ത മാർഗങ്ങളുണ്ടല്ലോ, അത്. വൽ ഇബ്റത്തു ബിശ്ശുബഹിൽ ബാഖിയതി വലികുല്ലി ഖൗമിൻ വാരിസ്, അപ്പോൾ അവശേഷിക്കുന്ന ശുബ്ഹാത്തുകളെയാണ് പരിഗണിക്കേണ്ടത്. എല്ലാ സമുദായത്തിനും വാരിസ്, അനന്തരാവകാശികളുണ്ട്. അപ്പോൾ മുഅ്തസിലികളിൽ അതേ ആശയം പോരുന്നവർ, സമാന ആശയം പോരുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നർത്ഥം. വലിഹാദ ഖാല ഷെയ്ഖ്, ഇക്കാരണത്താൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, ബാബുൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിൽ പെടുന്നതിൽ നിന്നുള്ള ഭയാശങ്ക എന്നത്. ഐ അന്നൽ മുവഹിദ യജിബു അൻ യഖാഫ മിന ഷിർക്ക്, അതായത് മുവഹിദ്, തൗഹീദുള്ള വ്യക്തി, ഏകദൈവവിശ്വാസി, ഷിർക്ക് ബഹുദൈവവിശ്വാസത്തിൽ പെട്ടുപോകുന്നതിനെ അവൻ ഭയക്കണം. വലാ യഖൂലു അന മുവഹിദുൻ വഅന അറഫ്തു തൗഹീദ വലാ ഖതറ അലയ്യ മിന ഷിർക്ക്, അയാൾ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ മുവഹിദാണ്, ഞാൻ തൗഹീദുള്ള ആളാണ്, എനിക്ക് തൗഹീദ് എന്താണെന്നറിയാം, അതുകൊണ്ട് ഞാൻ ഷിർക്കിൽ പെടൂല, അത് ഷിർക്കിൽ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഷിർക്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഹാദാ ഇഗ്റാഉ മിന ശൈത്താൻ, ഇത് ഷെയ്ത്താനിൽ നിന്നുള്ളൊരു വസ്വാസ, ഷെയ്ത്താനിൽ നിന്നുള്ള വഴിപിഴപ്പിക്കലാണ്. ലാ അഹദുൻ യുസക്കി നഫ്സ, ഒരാൾക്കും സ്വന്തമായിട്ട് തസ്കിയത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ പൊങ്ങച്ചം പറയാനൊന്നും പറ്റില്ല. വലാ അഹദുൻ ഐ ലാ യഖാഫു മിനൽ ഫിത്നതി മാ ദാമ അലാ ഖൈദിൽ ഹയാത്ത്, അപ്പോൾ ജീവിതത്തിലായിരിക്കുമ്പോൾ ഒരാളും ഫിത്നയിൽ ഭയപ്പെടില്ല, അകപ്പെടില്ല, അല്ലെങ്കിൽ ഫിത്ന ഭയക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഫൽ ഇൻസാനു മുഅർറദുൻ ലിൽ ഫിത്ന, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഫിത്നയ്ക്ക് അവൻ പ്രദർശിപ്പിക്കപ്പെടുന്നവനാണ്. പലതരത്തിൽ ഷിർക്ക് അവനിൽ വരാൻ ഉള്ള സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. വല്ല ഉലമാഉ അഹ്ബാർ, വലിയ വലിയ മഹാപണ്ഡിതന്മാർ വഴിപിഴച്ചു. വസല്ലത്ത് അഖ്ദാമുഹും, അവരുടെ പാദങ്ങൾ വ്യതിചരിച്ചു, വഴുതിപ്പോയി. വഖുത്തിമ ലഹും ബിസ്സൂ, അവർക്ക് സൂൽ ഖാത്തിമത്തുണ്ടായി. അതായത് എത്രയോ ആളുകൾ, നല്ല നല്ല ആളുകളായിരുന്നവർ എന്തായി, സൂൽ ഖാത്തിമത്ത് പിടിപെട്ടില്ലേ എത്രയോ ആളുകൾക്ക്, മോശമായ അവസാനം, പറ്റിയ അവസാനം. വഹും ഉലമാ, അവർ പണ്ഡിതന്മാരാ. ഫൽ ഖത്റു ഷദീദ്, അപ്പോൾ അപകടം കഠിനമാണ്, ഭയങ്കരമാണ്. വലാ യഅ്മനുൽ ഇൻസാനു അലാ നഫ്സിഹി അൻ തൻസലിഖ ഖദമഹു, അപ്പോൾ ഒരു മനുഷ്യൻ അവന് സ്വന്തമായിട്ട് അവൻ്റെ കദം, അവൻ്റെ പാദം വ്യതിചരിക്കുകയില്ല എന്ന് അവന് നിർഭയത്വം പറയാൻ പറ്റില്ല, അത് കരുതാൻ പറ്റില്ല. ഫിൽ ദലാൽ, അവൻ്റെ കദം, പാദം വഴികേടിലേക്ക് വ്യതിചരിക്കുക എന്നത്, അതിൽ നിന്ന് അവൻ നിർഭയനാണ്, അതൊരിക്കലും സംഭവിക്കില്ല, ഞാനൊന്നും ഒരിക്കലും ഷിർക്ക് ചെയ്യൂല എന്ന് ഉറപ്പിക്കാൻ, അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാനൊന്നും ആർക്കും പറ്റില്ല. വൈ യഖാഫി ഷിർക്ക്, അവൻ ഷിർക്കിൽ പെടുമെന്നും. ഇല്ലാ ഇദാ തഅല്ലമ ഹാദിഹിൽ ഉമൂറ മിൻ അജ്ലി അൻ യതജന്നബഹ, അപ്പോൾ ഈ ഷിർക്കിൻ്റെ കാര്യങ്ങൾ പഠിക്കാതെ അവന് അതിൽ പെടുന്നതിൽ നിന്ന് ഒഴിവാവുകയില്ല എന്നാണ്. വസ്തആന ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യാതെ. വത്വലബ മിൻഹു അൽ ഇസ്മത വൽ ഹിദായ, ഹിദായത്തും ഇസ്മത്തും, ഈ ഷിർക്കിൽ നിന്ന് പെട്ടുപോകുന്നതിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ അള്ളാഹുവിൽ നിന്ന് തേടുകയും ചെയ്യാതെ ഒരാളും രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ദുആ പഠിപ്പിച്ചത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കരുത്, ബഅദ, അതായത് തെറ്റിലേക്ക് വ്യതിചലിപ്പിക്കരുത് എന്നതാണ്. അല്ലെങ്കിൽ വലാരത്തിലേക്ക്, വഴികേടിലേക്ക്, ഷിർക്കിലേക്ക് ഒന്നും വ്യതിചലിപ്പിക്കരുത് എന്ന്. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് നീ മാർഗദർശനം, നല്ലതിലേക്ക് മാർഗദർശനം നൽകിയ ശേഷം. ഖാഫു മിന സയ്യിഗ് ബഅദൽ ഹിദായ, ഹിദായത്ത് കിട്ടിയ ശേഷം സയ്യിഗ്, വ്യതിചലനം, തെറ്റിലേക്ക്, പിന്നെ വലാരത്തിലേക്ക്, വഴികേടിലേക്ക് വ്യതിചലിക്കുന്നതിനെ അവർ ഭയപ്പെട്ടു സത്യവിശ്വാസം. അതാണല്ലോ സത്യവിശ്വാസം ഇങ്ങനെ പ്രാർത്ഥിച്ചത്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന എന്ന്. വൽ മുഹ്തദി യകൂനു അശദ്ദു ഖൗഫൻ അൻ യസീഗ, അപ്പോൾ വൽ മുഹ്തദി യകൂനു അശദ്ദു ഖൗഫൻ അൻ യസീഗ, അപ്പോൾ ഒരു മുഹ്തദി, ഹിദായത്ത് കിട്ടിയ ആൾ വഴികേടിലാകും, വ്യതിചലിക്കും എന്നത് അവൻ കൂടുതൽ ശക്തമായിട്ടാണ് പേടിക്കണം. വഅൻ തസില്ല ഖദമഹു, അവൻ്റെ പാദം അതിന് സില്ലത്ത് സംഭവിക്കും എന്ന്, വ്യതിചലനം. വഅൻ തസൂ മഖാത്തിമത, അവൻ്റെ പര്യവസാനം മോശമാകുമോ എന്ന് ഒരു മുഹ്തദി, ഹിദായത്ത് കിട്ടിയ വ്യക്തി
ഭയപ്പെടണം. വയക്കൂനമിൻ അഹ്ലിന്നാർ, അങ്ങനെ അവൻ നരകത്തിൻ്റെ ആളുകളിൽ പെട്ടുപോകുമെന്ന് അവൻ ഭയപ്പെടണം. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് നമ്മൾ അൽ ആഫിയത്ത് ചോദിക്കുന്നു, അതിൽ നിന്നൊക്കെ മുക്തി ചോദിക്കുന്നു. അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല പര്യവസാനം, നല്ല ആഖിബത്ത് ഉണ്ടാവാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.